ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് കിച്ചൺ. ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അറേബ്യൻ പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് റെഡിയാക്കാം. ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന സ്റ്റൈലിൽ ചെയ്ത് കാണിച്ചു തരാം. ഇതിനായിട്ട് ആദ്യം മുന്തിരി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നമ്മളിവിടെ ജ്യൂസ് മുന്തിരി, കറുത്ത കളറിലുള്ള ജ്യൂസ് മുന്തിരിയാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ടൊരു ബൗളിലേക്കിട്ട് വാഷ് ചെയ്തെടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം മുന്തിരി നന്നായിട്ട് പെസ്റ്റിസൈഡ്സ് ഒക്കെ ഇട്ടിട്ട് വരുന്നതാണെന്ന്. അതുകൊണ്ട് നന്നായി ക്ലീൻ ആവണമെങ്കിൽ ഒരുപാട് തവണ വാഷ് ചെയ്തെടുക്കണം. ഓരോ മുന്തിരിയായിട്ട് അടർത്തിയെടുത്ത് ഉപ്പിട്ട് ഒരുപാട് നേരം സോക്ക് ചെയ്തൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ 2-3-4 തവണ കഴുകിയെടുക്കണം. ഇതായത് ഇപ്പം നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് മുന്തിരി. ഇനി ഇത് നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. സോസ് പാനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. മുന്തിരി മുങ്ങുന്ന രീതിയിലുള്ള അത്ര വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്ത ഈ ജ്യൂസ് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഇതിലുള്ള മുന്തിരി ഇതുപോലെ ബോൾസും അതിൻ്റെ സ്കിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി ജ്യൂസിന് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്കിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്തില്ലേ, അതൊന്നുകൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അത് സ്ട്രെയിനറിലൂടെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യാം. ഇനി ജ്യൂസിലേക്ക് ആവശ്യമുള്ള മധുരം ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ ഹണിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ടുള്ള ഹണി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏത് മധുരമാണെങ്കിലും നമ്മൾ കുറയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പഞ്ചസാരനേക്കാളും നല്ലത് ഹണിയാണെങ്കിലും ഹണിയും ഡയബറ്റിക് പേഷ്യൻസിനൊന്നും നല്ലതല്ല. കമ്പാരിറ്റീവ്ലി ഇതിൽ കുറച്ചുകൂടിയും അയണിൻ്റെയും ഒക്കെ മിനറൽസിൻ്റെ ഒക്കെ കണ്ടൻസ് കൂടുതലുള്ളതുകൊണ്ട് തമ്മിൽ ഭേദമാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഗ്രേപ്പ് ബോൾസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മടിക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.